ഞാനിന്ന് കൊഞ്ച് മുളകിട്ട കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്തുള്ള റീഫൈൻഡ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലാണ് ഇട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണം ഇതിന് യൂസ് ചെയ്യാൻ, പക്ഷേ കയ്യിലില്ലാത്തത് കൊണ്ട് ഇതെടുക്കുക. സോ എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളി, ഇഞ്ചി, ഇച്ചിരി സവോള, പിന്നെ പച്ചമുളക്, തക്കാളി, കറിവേപ്പ്, നമ്മുടെ കൊഞ്ച്. പിന്നെ പൊടികളെന്ന് പറയുന്നത് സാധാരണ പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി. ഉലുവ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ്. ഒരു ലേശം എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് എടുക്കുന്നുണ്ട്. ഇത് കോക്കനട്ട് ഓയിൽ കണ്ട കാലിയായിരിക്കുന്ന ഡബ്ബ, അതിനകത്ത് അറ്റം പറ്റിയിരിക്കുകയാണ്, ഒന്നും എടുക്കാനില്ല. അപ്പം ഞാൻ തൽക്കാലം ഉള്ളത് കൊണ്ട് ചെയ്യാം. എണ്ണ ഏതാണ്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിടുവാണ്. തക്കാളി നമുക്ക് പിന്നെ ഇടാം, ഇപ്പം വേണ്ട. നമ്മുടെ തടി എടുക്കാം, എപ്പോഴും ഇടാം. ഞാൻ ആദ്യമേ എടുത്ത് വെക്കില്ല, ഇതൊക്കെ പിന്നെ പൊടി എടുക്കാം. നമ്മുടെ അരി ഏതാണ്ട് ആയിക്കഴിഞ്ഞു. ചോറ് ഇനി ഇതൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. കാരണം ആ പച്ചമണം മാറണം, കുറച്ചൊന്ന് വേവും വേണം. ഇഞ്ചി എല്ലാം നീളത്തിൽ ഒരേ അളവിൽ അരിഞ്ഞിട്ടിരിക്കുന്നത്. ഒന്ന് മൂത്തത് ഉടനെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അങ്ങനെ ഫൈനലി എനിക്ക് കറിവേപ്പില കിട്ടി, ഫ്രഷ് ഇല. ഇതൊന്ന് പിച്ചിടാം, ബാക്കി കുറച്ച് ഫൈനലായിട്ട് അവസാനം ഇറക്കി വെക്കുമ്പോഴത്തേക്ക് ഇടാം. ആഹാ, എന്താ മണം ഇതിൻ്റെ! ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പുളി, വാളം പുളിയാണ് ഇച്ചിരി ഞാൻ വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. കാരണം പൊടികൾ ഇടുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വേണ്ടി വരും, ഇല്ലെങ്കിൽ എല്ലാം കൂടി ചേർന്ന് മുരിയാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് ഞാൻ എരിവിനനുസരിച്ചിട്ട്, അതായത് ഒരു 1/2 കിലോ ഉണ്ട് ഇത്, ഈ കൊഞ്ച്. അതിന് ഞാൻ 2 സ്പൂണാണ് ഇടുന്നത്. 1, 2. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, ഇനി ഇച്ചിരി ഉലുവാപ്പൊടി. ഞാൻ കൈ കൊണ്ട് ഒരു നുള്ള് ഇതിലേക്ക് ഞാൻ തക്കാളിയും കൂടി അങ്ങോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിക്കുക. ഇല്ലയെന്ന് വെച്ചാൽ ഇതെല്ലാം കരിയാൻ തുടങ്ങും. ഇത് വെള്ളം ഒന്ന് പറ്റിയിട്ട് ഇച്ചിരി എണ്ണ ഒന്ന് തെളിയട്ടെ. പൊടികളൊക്കെ മല്ലിപ്പൊടി ചേർക്കരുത് കേട്ടോ ഇതിനകത്ത്, അത് പ്രത്യേകം എടുത്ത് പറയുവാണ്. കാരണം ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇടുവാണെങ്കിൽ ചലിച്ച സ്മെല്ല് വരും നെക്സ്റ്റ് ഡേയിലേക്ക്. അതിടാണ്ട്
സാധാരണ മീൻ കറി വെക്കുന്ന മാതിരി തന്നെ മുളക് പറ്റിച്ചെടുക്കുന്നത് മാതിരി. പക്ഷെ ഞാൻ ഇച്ചിരി ചാറോട് കൂടി ഉണ്ടാക്കുന്നത്, കാരണം ചോറിന് വേറെ കറികളൊന്നും വെച്ചിട്ടില്ല, വെക്കുന്നുമില്ല. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് 2 ദിവസത്തേക്ക്. ഇനി ഒന്ന് ഉപ്പും മുളകും എല്ലാം ഉണ്ടോ എന്ന്. പെർഫെക്റ്റ്. ഈ സമയം കൊണ്ട് ബാക്കി പുളിവെള്ളം കൂടി ഒന്ന് ഞെവടിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇത് കളയുന്നില്ല കേട്ടോ, കാരണം ഇത് ഇരുന്ന് അതിനകത്ത് പുളിപ്പ് പിടിക്കുമ്പോഴത്തേക്കില്ലേ ഇതിനകത്ത് ഊറാൻ തുടങ്ങും. നെക്സ്റ്റ് ഡേയിലേക്ക് മാക്സിമം പിഴിയാൻ പറ്റുന്ന അത്രയും പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ബാക്കി കൊത്ത് അതുപോലെ ഇടുക, കളയണ്ട. ഇത് 1 ദിവസമല്ല 2 ദിവസമല്ല 3 ദിവസമാണെങ്കിലും കേടുകൂടാതെ നിൽക്കും. മല്ലിപ്പൊടി ഇടാത്തതുകൊണ്ട്, പിന്നെ പുളിയും കൂടെ ഉള്ളതുകൊണ്ട്. ഈ വെള്ളം ഇതൊന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, കാരണം എനിക്ക് ചാറും കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിന് കുരുമുളക് ഒരു ലേശം, കുറച്ച് മതി കേട്ടോ. ഇത് ഒരു 1-2 തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊഞ്ചോ ചെമ്മീനോ എന്താണെന്ന് വെച്ചാൽ പറയുന്നത് ഷ്രിംപ് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുവാണ്, അതിനെ ഇറക്കി ഇതിലോട്ടിടാം. എന്നിട്ട് ഫൈനലി ഇതും കൂടി വെച്ച് അലങ്കരിച്ചിട്ട് നമുക്ക് കഴിക്കാം. കണ്ടോ, എൻ്റെ ഒരു വെള്ളം ഇതുകൊണ്ട് തിളച്ച് തുടങ്ങി. പറ്റിയതല്ല, തിളച്ച് തുടങ്ങി. ഇനി പതുക്കെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഒരു കൈ കൊണ്ട് മൊബൈൽ, ഒരു കൈ ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ ഇടാൻ പോകുന്നു കേട്ടോ, പിന്നെ ഒരു രക്ഷയില്ല, പൊട്ടിയിരിക്കുവാണ്. ഇനി ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ചുറ്റിക്കുന്നില്ല, മൊബൈൽ പിടിച്ച് വയ്ക്കുന്നതുകൊണ്ട് കൈ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഒരു അധികം വേവൊന്നും വേണ്ട കേട്ടോ കൊഞ്ചിനൊന്നും. ഒരു 5-6 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഞാൻ ഈ പാൻ തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുവാണ്. ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. കാണിച്ചു. എൻ്റെ ചെമ്മീൻ മുളകിട്ട കറി ഏതാണ്ട് ഒന്നായി കഴിഞ്ഞു. നല്ല ലൂസ് പരുവത്തിലിരിക്കുന്നത്. അപ്പം കുറച്ചും കൂടി ഒന്ന് ചാറ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പാവത്തിന് കിട്ടും. പക്ഷേ ഇപ്പം നല്ല വിഷന്നിരിക്കുവാണ്, ശരിക്കും വിഷന്നിരിക്കുക. അതായത് ടൈം കണ്ടോ, 4:50 ആയി. ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് ഇത്രയും നേരം പാത്രവും കഴുകി ഇതെല്ലാം ക്ലീൻ ചെയ്യാനിരുന്നപ്പോഴത്തേക്ക് സമയം ഒത്തിരി കഴുകി. അപ്പോൾ എത്രയും വേഗം നമുക്ക് ഫുഡ് കഴിക്കാം. ഇത് ചാറ് മാക്സിമം ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് പറ്റിക്കോളും. അപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ ഇത് ഒന്ന് പതുക്കെ ഒന്ന് ഞവിടണം. അതിന് പകരം പിച്ചി എടുക്കുക. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കറിവേപ്പില ഇഷ്ടമാതിരി കിട്ടും. ഇത് മാത്രമാണ് അവിടെ കളഞ്ഞിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ തണ്ട് വരെ ഞാൻ കളയുന്നില്ല. അപ്പം ഇതാ മണമെന്ന് പറയാതെ ഇടുമ്പോഴത്തേക്ക് ആ സ്മെല്ല് ഒരു ഇലയുടെ ചെറിയൊരു ഇതുപോലെ എനിക്ക് കളയാൻ തോന്നുന്നില്ല. കൊതിയാവുന്നു. ഇനി പറ്റിക്കാനൊന്നും ഞാൻ ഇരിക്കാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ വയറ് ചെന്നിട്ട് പറ്റിക്കോളും, ബാക്കിയില്ല. ഏന്നോ വിഷന്നിരിക്കുമ്പോഴത്തേക്കില്ലേ, അതും എനിക്ക് ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഒന്നും തണുത്തിട്ട് കഴിക്കുന്നതിൽ വലിയ താല്പര്യമില്ല. അപ്പം നമുക്ക് ഈ പരുവത്ത് തന്നെ നിർത്തി വെക്കാൻ പോവുകയാണ്. കാരണം ഞാൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ നിന്ന് പറ്റാൻ തുടങ്ങും.
അപ്പം നമുക്ക് വിളമ്പിയിട്ട് കാണാം. ഞാൻ ഈ മേലത്തെ ഇത് ക്ലീൻ ചെയ്യാൻ പോയി കേട്ടോ. കാരണം എനിക്കെന്ന് വെച്ചാൽ കുക്കറിൻ്റെ മേളിൽ ഇങ്ങനെ എൻ്റെ കഞ്ഞി പക്ഷേ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എന്താണെന്നറിയില്ല, അത് ഭയങ്കര ഒരു അലർജി മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കത് പിന്നെ ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല. അപ്പം അത് ക്ലീൻ ചെയ്തിട്ട് അടപ്പൊന്ന് ഇളക്കി അതിൻ്റെ പച്ചരിച്ചോറ്, ചൂട് ആവി പറക്കുന്ന പച്ചരിച്ചോറ് പ്ലേറ്റ് ഒന്ന് എടുക്കട്ടെ. നമ്മുടെ പ്ലേറ്റിലേക്ക് ഒന്ന് രണ്ട് തവി ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒരു തവിയും കൂടി എക്സ്ട്രാ നമുക്ക് കഴിക്കാൻ പറ്റും. അല്ല തണുത്ത് പോയതാണെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ തോന്നില്ല. സോ 3 തവി ചോറ് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കൊഞ്ച് മുളകിട്ട കറി, ഇത് ലാവിഷ് ചാറ്, തക്കാളി എല്ലാം കൂടി കലക്കി വെക്കണം. ഇതിൽ ഇഞ്ചിയും വരണം, വെളുത്തുള്ളിയും കിട്ടണം, പച്ചമുളകും കിട്ടണം, കരിവേപ്പും കിട്ടണം. ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചാറും കൂടി, കാരണം ചൂടോടെയല്ല കഴിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാം ഒന്ന് ആവശ്യം കഴിഞ്ഞതൊക്കെ അടച്ച് വയ്ക്കുക. ചോറും അടച്ച് വയ്ക്കുക. തവി 5 സ്റ്റാൻഡ് വയ്ക്കുക. എന്നിട്ട് കുറച്ച്, ഞാനിത് ചെറുപയറാണ് കേട്ടോ മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം സാലഡിന് മാതിരി ഫുഡിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളൊക്കെ പച്ച ഉള്ളി കടിച്ചാൽ എങ്ങനെ ഇരിക്കും, ഏതാണ്ടൊക്കെ അതുപോലെയൊക്കെ തന്നെയാണ്. നല്ല രസമാണിത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പച്ചമുളകും ഇട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇതിനകത്ത് എരിവ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് മാത്രം ഉപ്പൊന്നും ഇടാണ്ട് പച്ചയ്ക്ക്. സാധാരണ ഇത് സാലഡ് മാത്രം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചെറുപയർ ഇങ്ങനെ മുളപ്പിച്ചിട്ട് പച്ച ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒന്നെങ്കിൽ സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി, പച്ചമുളക് ഒരെണ്ണം, ഉപ്പ്, നാരങ്ങ നീരോ അല്ലെങ്കിൽ തൈര് ഏതെങ്കിലും ഒന്നിട്ടിട്ട് സാലഡ് മാതിരി ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ എടുക്കാം. അപ്പം എല്ലാം ടേസ്റ്റാണ്. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ കൊഞ്ച് മുളകിട്ട കറി, പിന്നെ പച്ചപ്പയർ കൊണ്ട് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ച് നിർത്തുവാണ്. ടേസ്റ്റ് നമുക്കറിയാം, സാധാരണ മീൻ മുളക് ഇടുമ്പോഴത്തേക്ക് എന്താ രുചി എന്നുള്ളത്, അതേ രുചിയൊക്കെ തന്നെയാണ്. മീനിന് വരെ ഇത് കൊഞ്ചു മീനാണെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിമാണ്. പിന്നെ ഭയങ്കര വിശപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വൗണ്ടപ്പ് ചെയ്യുന്നത്. ഇനി വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ബൈ.